പാലക്കാട് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി ബി.ജെ.പി. നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും അകത്തേത്തറ, അട്ടപ്പാടി, പുതൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബി.ജെ.പിയുടെ ആഹ്ലാദ പ്രകടനം. ജില്ലയിലാകെ വലിയ മുന്നേറ്റമാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പറഞ്ഞു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പാലക്കാട് ജില്ലയിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. പ്രധാനമായിട്ടും നഗരസഭയിൽ ഭരണം വീണ്ടും ഉറപ്പിക്കാൻ 25 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിക്കൊണ്ട് ഭരണം വീണ്ടും ഉറപ്പിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. ഒപ്പം പറളി, അകത്തേത്തറ, അതുപോലെ തന്നെ പുതൂർ പഞ്ചായത്തുകളിൽ ഭരണം നേടാനായി. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ബി.ജെ.പിയുടെ വിജയാഹ്ലാദ പ്രകടനമാണ് പാലക്കാട് നഗരത്തെ ഒന്നാകെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഉണ്ടായിട്ടുള്ള ആ ഒരു വിജയം അത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നഗരസഭയിൽ 2015 പാലക്കാട് നഗരസഭയിൽ 24 സീറ്റുകൾ നേടിക്കൊണ്ടാണ് ബി.ജെ.പി ആദ്യമായിട്ട് പാലക്കാട് നഗരസഭയിൽ അധികാരത്തിലെത്തുന്നത്. ഇത്തവണയാണെങ്കിൽ കഴിഞ്ഞ തവണ 28 സീറ്റുകളായിരുന്നെങ്കിൽ ഇത്തവണ 25 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരിക്കുന്നു എന്നതാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ചേരുന്നുണ്ട്. പാലക്കാട് വലിയൊരു നേട്ടമാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് അല്ലേ? അതെ, പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ രണ്ട് മുന്നണികളും ഒറ്റക്കെട്ടായി മത്സരിച്ചിട്ടുണ്ട്. വോട്ട് കച്ചവടം നടന്നിട്ട്, വോട്ട് കൈമാറൽ നടന്നിട്ട് എല്ലാത്തിനെയും അതിജീവിച്ചിട്ടാണ് 25 സീറ്റ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരിക്കുന്നത്. പരാജയപ്പെട്ട സീറ്റുകൾ 6 വോട്ടിനും ചുരുങ്ങിയ വോട്ടുകൾക്കാണ് പരാജയം സംഭവിച്ചിട്ടുള്ളത്. നിരവധി സീറ്റുകൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. ജനങ്ങളുടെ മാൻഡേറ്റ് അംഗീകരിക്കാൻ രണ്ട് മുന്നണികളും തയ്യാറാവണം. നഗരസഭയ്ക്ക് പുറത്തും വലിയ നേട്ടം കൊയ്യാനായില്ല ഇത്തവണ. അതെ, നഗരസഭയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന അകത്തേത്തറ പഞ്ചായത്ത് ഞങ്ങൾ ഭരിച്ചു. അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി നേടിയെടുത്തു. ഷൊർണൂർ നഗരസഭയിലും ഒറ്റപ്പാലം നഗരസഭയിലും പ്രധാന പ്രതിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഷൊർണൂർ നഗരസഭ പി.കെ. ശ്രീകണ്ഠൻ MP കൗൺസിലറായിരുന്ന നഗരസഭയാണ്. അവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. പറളി പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ബി.ജെ.പി, LDF-നോടൊപ്പം ബി.ജെ.പി ഉണ്ട്. അങ്ങനെ വലിയ മുന്നേറ്റം പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിരവധി ഗ്രാമപഞ്ചായത്തുകളിൽ പുതുതായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ മുന്നേറ്റത്തിന്റെ ആ ആഹ്ലാദം, ആഘോഷം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിവിധ വാദ്യ ഉപകരണങ്ങളുടെയും മറ്റുമൊക്കെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു വിജയാഹ്ലാദ പ്രകടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ കൂടെ ചേരുന്നുണ്ട്. പാലക്കാട് നഗരസഭ കോൺഗ്രസ് തങ്ങളെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി 25 സീറ്റുകൾ നേടിയിരിക്കുന്നു. ഒപ്പം അകത്തേത്തറ പഞ്ചായത്ത് 38 വർഷത്തിന് ശേഷമാണ് ബി.ജെ.പി CPM-ന്റെ നിന്ന് പിടിച്ചെടുത്ത് ഇതുവരെ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടൊരു പഞ്ചായത്തിൽ ഭരണത്തിലെത്തുകയാണല്ലേ? ഇവിടെ ഈ പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് തൊട്ടു മുന്നേ വരെ കോൺഗ്രസും CPM-ഉം ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ബി.ജെ.പി 20 പോലും എത്തില്ല, തകർന്നടിയും, 15 സീറ്റിലേക്ക് ചുരുങ്ങുമെന്ന് പറഞ്ഞു. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമായ മൂത്താന്തറയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പാലക്കാടിന്റെ MLA പറഞ്ഞത്. ഫലം വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു നഗരസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അത് മൂത്താന്തറയിൽ തന്നെ നേടിയിരിക്കുകയാണ്. 1070 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മൂത്താന്തറയിൽ ബി.ജെ.പിക്ക് നേടിയിട്ടുള്ളത്. ഇനി പാലക്കാട് നഗരസഭയിലെ 25 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പി മാറിയിട്ടുണ്ട്. 5ഓളം വാർഡുകൾ ഞങ്ങൾക്ക് നഷ്ടമായത് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഇന്ത്യ മുന്നണി ഇവിടെ ഉണ്ടാക്കി. 1-ാം വാർഡ്, 3-ാം വാർഡ്, 41, 48, 24 ഈ 5 വാർഡുകളിൽ ചെറിയ വോട്ടുകൾക്കാണ് ബി.ജെ.പി പരാജയപ്പെട്ടുള്ളത്. അവിടെ കോൺഗ്രസും CPM-ഉം അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ പാലക്കാട് നഗരജനത ബി.ജെ.പിക്ക് ഭരണ തുടർച്ചയ്ക്കായാണ് ഈ മാൻഡേറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ പാലക്കാടിന്റെ MP പറയുകയുണ്ടായി, മതേതര മുന്നണി ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന്. ഇവർ ഇത്ര ദിവസവും ഇരുട്ടത്തും ഒളിച്ചത്തും ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം, അവിശുദ്ധ ബന്ധം പാലക്കാട് നഗരസഭയിൽ തുടരാനുള്ള ഭാവമെങ്കിൽ
പാലക്കാട്ട് ജനങ്ങൾ അത് നോക്കിയിരിക്കില്ല. ഇവിടെ ശക്തമായ രീതിയിൽ BJP പാലക്കാടൻ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2, അകത്തേത്തറ പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി ചരിത്രത്തിൽ ആദ്യമായി CPM-ന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു. മലമ്പുഴ പഞ്ചായത്ത് പ്രതിപക്ഷം, കൊടുവായൂർ പഞ്ചായത്ത്, പറളി പഞ്ചായത്തിൽ ബലാബലം തുടങ്ങി നിരവധി പഞ്ചായത്തുകളിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ മുന്നേറ്റം തുടരാനാവും എന്നുള്ളതാണ്. ഏതായാലും വിജയിച്ച ആ സ്ഥാനാർത്ഥികൾ എല്ലാവരും അവരെയൊക്കെ അണിനിരന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിജയാഹ്ലാദ പ്രകടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ ഭാഗത്തു നിന്നും അഞ്ചു വിളക്കിന്റെ ഭാഗത്തേക്കാണ് NDA സ്ഥാനാർത്ഥികളുടെ ഈ വിജയാഹ്ലാദ പ്രകടനം ഇപ്പോൾ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പുരോഗമിക്കുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ എല്ലായിടത്തും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി 3 പഞ്ചായത്തുകൾ BJPക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം നഗരസഭയിൽ 20-ന് താഴേക്ക് പോവും. പാലക്കാട് നഗരസഭയിലെ ഭരണം BJPക്ക് നഷ്ടമാവുമെന്ന് പറഞ്ഞിടത്ത് 25 സീറ്റുകളോടെ ഭരണം നിലനിർത്താൻ കഴിയുന്ന തരത്തിലേക്ക്, അതായത് കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം ചേർന്നുകൊണ്ടൊരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയില്ലെങ്കിൽ ഭരണം തുടരാനുള്ള ഒരു മാൻഡേറ്റ് ജനങ്ങൾ പാലക്കാട് BJPക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.